സാമ്പത്തിക തട്ടിപ്പിൽ കേസ് അന്വേഷണം അട്ടിമറിക്കാൻ ശ്രമിച്ച ക്രൈംബ്രാഞ്ച് ഉദ്യോഗസ്ഥർക്കെതിരെ CBI അന്വേഷണത്തിന് ഉത്തരവിട്ട് ഹൈക്കോടതി. 2025 ഓഗസ്റ്റ് 27-നാണ് ഹൈക്കോടതി ഈ വിധി പുറപ്പെടുവിച്ചത്. വളരെ ഗൗരവതരമായ കഴിഞ്ഞ 12 വർഷമായി നടത്തിയ പോലീസ് IPS ഉൾപ്പെടെയുള്ള IPS നേടിയ ഉദ്യോഗസ്ഥന്മാർക്ക് ഉൾപ്പെടെയുള്ളവർക്ക് നേരെ ഒരു സാധാരണ വീട്ടമ്മ നടത്തിയ പോരാട്ടവും അതിനെ തുടർന്ന് ഹൈക്കോടതി യിലുണ്ടായ ഒരു വിധിയുമാണ് ഇവിടെ വിവരിക്കുന്നത്. എൻ്റെ പേര് സജീദ് ഖാൻ പനവേലിൽ. ഇത് ജോൾസിന ബിനു ഹാൻഡ് ഔട്ടിൽ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ നമ്മുടെ പോലീസ് ഉദ്യോഗസ്ഥന്മാരിൽ ചിലർ നാം സമീപിക്കുന്ന പരാതിക്കും നിയമസാധുതയ്ക്കുമെതിരെ എപ്രകാരം ഗൂഢമായി പ്രവർത്തിക്കുന്നു എന്നുള്ളതിന് തെളിവ് കൂടിയാണ് ഈ സംഭവം. ഈ കാര്യങ്ങൾ കൂടുതലായി ഈ മാഡം വിശദീകരിക്കും. എൻ്റെ പേര് ജോത്സ്ന എന്നാണ്. വീട് ചെങ്ങന്നൂരാണ്. ഞാൻ 2013 ഒക്ടോബർ 17-ാം തീയതി അന്നത്തെ പോലീസ് ചീഫായിരുന്ന ശ്രീ ബാലസുബ്രഹ്മണ്യം IPSന് നേരിട്ട് നൽകിയ ഒരു പരാതി. അത് വഞ്ചനാകുറ്റമാണ്. എൻ്റെ കുടുംബത്തിലെ വളരെ അടുത്ത ബന്ധുക്കളുമായി ഞാനും തമ്മിലുള്ള ഒരു സാമ്പത്തിക വിഷയം. അതിനെക്കുറിച്ച് ഒരു പരാതി അദ്ദേഹത്തിന് കൈമാറിയതായിരുന്നു. അതിൽ FIR ഇട്ടത് പത്തനംതിട്ട പോലീസ് സ്റ്റേഷനിൽ 2014 ഏപ്രിൽ മാസത്തിലാണ്. അതിനുശേഷം അവിടെ അന്വേഷണം ഒന്നും നടന്നില്ല. പ്രതിയുടെ സ്വാധീനമാണ്. പ്രതി അതിലെ 1-ാം പ്രതി ഒരു അഡ്വക്കേറ്റാണ്. അദ്ദേഹത്തിൻ്റെ സ്വാധീനം കൊണ്ട് തന്നെ ആ കേസ് എഴുതി തള്ളാനുമൊക്കെയുള്ള ശ്രമങ്ങൾ നടന്നപ്പോൾ ഞാൻ വീണ്ടും പോലീസ് ചീഫിനെ കണ്ടു. ഇതൊരു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിന് കൈമാറണം എന്നാവശ്യപ്പെട്ടു. അദ്ദേഹം അത് കൊല്ലം ക്രൈംബ്രാഞ്ച് എക്കണോമിക് ഒഫൻസ് വിങ്ങിന് അവരെ ഈ കേസ് അന്വേഷിക്കാൻ ചുമതലപ്പെടുത്തി. അവിടുത്തെ ഒരു CI അഭിലാഷ് എന്നു പേരുള്ള തിരുവല്ല യൂണിറ്റിലെ ഒരു CIക്കായിരുന്നു അന്വേഷണ ചുമതല. 2015 മാർച്ച് മുതൽ 2016 ഫെബ്രുവരി വരെ അഭിലാഷ് കേസിൽ യാതൊന്നും ചെയ്തില്ല. 2016 ഫെബ്രുവരി ആയപ്പോൾ ഞാൻ SP കണ്ടു. SP കണ്ടപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഈ കേസിൽ അന്വേഷിക്കാൻ തക്കവണ്ണം ഒന്നും ഇല്ല എന്നാണ് അഭിലാഷ് അറിയിച്ചിരിക്കുന്നത്. ഞാൻ പറഞ്ഞു, അങ്ങനെയല്ല സാർ എന്ന് പറഞ്ഞ് ഞാൻ എൻ്റെ തെളിവുകളെല്ലാം അദ്ദേഹത്തിന് മുന്നിൽ സമർപ്പിച്ചപ്പോൾ അദ്ദേഹം ഈ അഭിലാഷ് എന്ന് പറഞ്ഞ ഉദ്യോഗസ്ഥനോട് 3 മാസത്തിനുള്ളിൽ എൻ്റെ ചാർജ് എത്രയും പെട്ടെന്ന് സബ്മിറ്റ് ചെയ്യണം, കോടതിയിൽ കൊടുക്കണം എന്നുള്ള ഒരു നിർദ്ദേശം കൊടുത്തു. അത് കഴിഞ്ഞ് 2016 വരെ ഈ അഭിലാഷ് ഒന്നും ചെയ്തില്ല എന്ന് മാത്രമല്ല, അതിനിടയ്ക്ക് എന്നോട് വാട്സപ്പിൽ ഒരു മെസ്സേജ് ഇട്ട് ചോദിച്ചു, ഞാൻ ഈ കേസ് സെറ്റിൽ ചെയ്യാൻ തയ്യാറാണ്. ഞാൻ പറഞ്ഞു, സെറ്റിൽമെൻറ്റ് എന്ന് പറയുമ്പോൾ അത് നിയമപരമായ രീതിയിലാണെങ്കിൽ ഞാൻ സെറ്റിൽ ചെയ്യാം, അല്ലാതെ ഔട്ട് ഓഫ് ദ കോർട്ട് അല്ല ഔട്ട് ഓഫ് ദ ലീഗൽ വേ ഞാൻ അതിന് തയ്യാറല്ല എന്ന് പറഞ്ഞു. അതിനുശേഷം അതേക്കുറിച്ച് കാര്യങ്ങളൊന്നും ഉണ്ടായില്ല. അതിനുശേഷം 2016 ചെങ്ങന്നൂർ SBTയിൽ നിന്ന് എൻ്റെ അക്കൗണ്ടിൽ നിന്ന് കേസിലെ 1-ാം പ്രതി പൈസ വിത്ഡ്രോ ചെയ്ത് കൊണ്ടുപോയ 2 ചെക്കുകൾ ബാങ്ക് മാനേജറുടെ കസ്റ്റഡിയിൽ ഞാൻ കേസിൻ്റെ തെളിവിൻ്റെ ആവശ്യത്തിന് കോടതിയിൽ പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി ഏൽപ്പിച്ചിരുന്നതാണ്. ഇതാണ് ഈ കേസിൻ്റെ പ്രധാനപ്പെട്ട തെളിവ്. ഈ ചെക്കുകൾ അഭിലാഷ് തൻ്റെ ഒഫീഷ്യൽ പവർ ഉപയോഗിച്ച് അവിടെ ബാങ്കിൽ നിന്നത് സീസ് ചെയ്തു എന്ന് മാത്രമല്ല, അതിനെക്കുറിച്ച് യാതൊരു വിധത്തിലുള്ള യാതൊരു പരാമർശങ്ങളും ഓഫീസ് റെക്കോർഡുകളിൽ വെച്ചില്ല. അങ്ങനെയുള്ള യാതൊരു സൂചനകളും കൊടുക്കാതെ ഈ ചെക്ക് നശിപ്പിച്ച് കളഞ്ഞു. 1-2 ആഴ്ചക്കുള്ളിൽ തന്നെ അഭിലാഷ് അവിടെ നിന്ന് സ്ഥലം മാറിപ്പോയി. പിന്നീട് വന്ന ഉദ്യോഗസ്ഥന് ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, ഈ ചെക്കുകൾ എടുത്തിട്ട് എന്തായി അതിൻ്റെ കാര്യം എന്ന് ചോദിച്ച് അദ്ദേഹം അന്വേഷിക്കുമ്പോഴാണ് മനസ്സിലാകുന്നത്, ഈ ചെക്കുകൾ പോലീസ് സ്റ്റേഷനിൽ എത്തി, അതായത് ക്രൈംബ്രാഞ്ചിൻ്റെ ഓഫീസിൽ എത്തിയിട്ടില്ല, പോലീസുകാരൻ ബാങ്കിൽ നിന്ന് ഇത് വാങ്ങിയിട്ടുണ്ട്. അതോടുകൂടി എൻ്റെ അന്വേഷണം കംപ്ലീറ്റ് നിലയ്ക്കുകയാണ്. അങ്ങനെ ഞാൻ 2017 ജനുവരി ഹൈക്കോടതിയെ സമീപിച്ചു, ഒരു പെറ്റീഷൻ ഇട്ടു. കാരണം എൻ്റെ കേസ് ഇങ്ങനെ നീട്ടിക്കൊണ്ട് പോകാൻ പറ്റില്ല, എൻ്റെ കേസിൽ എത്രയും പെട്ടെന്ന് ചാർജ് ഷീറ്റ് കൊടുക്കണം. അങ്ങനെ ആ ഒരു കേസ് പ്രൊസീഡ് ചെയ്ത് പോകുമ്പോൾ 2017 ജൂൺ മാസത്തിൽ അന്നത്തെ ക്രൈംബ്രാഞ്ച് IG ആയിരുന്ന ശ്രീജിത്ത് IPS അദ്ദേഹം എന്നെ അദ്ദേഹത്തിൻ്റെ തിരുവനന്തപുരത്തെ ഓഫീസിലേക്ക് വിളിപ്പിച്ചിട്ട് പറഞ്ഞത്, ഞങ്ങളുടെ ഡിപ്പാർട്ട്മെൻറ്റിൽ ഇങ്ങനെ പല പ്രശ്നങ്ങളും നടക്കാറുണ്ട്, മാഡത്തെ പോലെയുള്ളവർ മുന്നോട്ട് വരണം,
ഞങ്ങൾക്കിതിന് പരാതി തരണം, ഞങ്ങൾക്കിത് അന്വേഷിക്കണം എന്നൊക്കെ വളരെ നാടകീയമായ കുറേ രംഗങ്ങൾ അവിടെ ഉണ്ടായി. ഞാനത് അദ്ദേഹത്തിന് IPS-കാരനാണല്ലോ, ഒരു IPS ഓഫീസറാണല്ലോ എന്നോട് ഇത് പറയുന്നത്, എന്നോട് റിക്വസ്റ്റ് ചെയ്യുന്നു എന്നൊക്കെയാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പം ഞാനത് മുഖവിലേക്കെടുത്ത് ഞാൻ അതുമായിട്ട് സഹകരിച്ചു. പക്ഷേ അത് കഴിഞ്ഞ ഡിസംബർ ജനുവരി മാസമായപ്പോഴത്തേക്കും IG ശ്രീജിത്ത് എന്നോട് നേരിട്ട് പറഞ്ഞത്, ഞങ്ങൾക്ക് നിങ്ങളുടെ കേസ് അന്വേഷിക്കാൻ സൗകര്യമില്ല, നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ പോയി ചെയ്യുക. ഞാനിത് അതിശയോക്തി പറയുകയല്ല, എന്നോട് നേരിട്ട് പറഞ്ഞ വാചകങ്ങളാണ്. അപ്പോൾ ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, എനിക്ക് ഹയർ ലെവലിൽ പോകാമല്ലോ. അങ്ങനെ ഞാൻ 2018 ജനുവരി 29 അന്നത്തെ DGP സ്റ്റേറ്റ് പോലീസ് ചീഫ് ലോക്നാഥ് ബെഹ്റയാണ്. അദ്ദേഹത്തെ കണ്ട വിവരം പറഞ്ഞു. അദ്ദേഹം ഈ പോലീസുകാരെ എത്രയും പെട്ടെന്ന് സസ്പെൻഡ് ചെയ്യാനും ഒക്കെയുള്ള നിർദ്ദേശം കൊടുത്തു. തൊട്ടടുത്ത ദിവസങ്ങളിൽ അന്ന് കേസിൻ്റെ ചുമതലയുണ്ടായിരുന്ന SP ഷാജി സുഗുണൻ അദ്ദേഹം എന്നെ വിളിച്ച് എൻ്റെ മൊബൈൽ ഫോൺ, ഇത് ചാറ്റുണ്ട്, ഞാനും ഈ പോലീസുകാരനും തമ്മിൽ കേസ് സെറ്റിൽ ചെയ്യണമെന്ന് ആവശ്യപ്പെടുന്ന വിഷയത്തിലുള്ള വാട്സപ്പ് ചാറ്റുണ്ട്, അത് എക്സ്ട്രാക്ട് ചെയ്യാനാണ് എൻ്റെ മൊബൈൽ ഫോൺ കൊടുക്കണം എന്ന് അദ്ദേഹം എന്നോട് പറഞ്ഞു. ഞാൻ IG-യെ നേരിട്ട് കണ്ട് ചോദിച്ചു, ഞാൻ എൻ്റെ മൊബൈൽ ഫോൺ കൊടുക്കണമെന്ന് പറയുന്നു, ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഫോണാണ്, ഇത് ഞാൻ കൊടുത്താൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ, എനിക്ക് എത്ര ദിവസം കൊണ്ട് തിരിച്ചു കിട്ടും, ഒരാഴ്ചയ്ക്കുള്ളിൽ തിരിച്ച് തരും എന്ന് പറഞ്ഞ് എൻ്റെ കയ്യിൽ നിന്ന് ഞാൻ ആ ഫോൺ കൊടുക്കുന്നു. അവർ ഡീറ്റെയിൽ എല്ലാം വളരെ പ്രോപ്പറായിട്ട് തന്നെ എല്ലാം റെക്കോർഡ് ചെയ്യുന്നു, എൻ്റെ കയ്യിൽ നിന്ന് ഫോൺ വാങ്ങുന്നു. അത് കഴിഞ്ഞ് പിന്നീട് ഉടൻ തന്നെ ഈ ഫോൺ എൻ്റെ കയ്യിൽ നിന്ന് പോയി കഴിഞ്ഞപ്പോൾ തന്നെ ഡിപ്പാർട്ട്മെൻറ്റൽ എൻക്വയറി എന്ന് പറഞ്ഞൊരു കാര്യത്തിന് അവർ വിളിക്കുന്നു. അപ്പോൾ എനിക്ക് മനസ്സിലായി, ഡിപ്പാർട്ട്മെൻറ്റ് എൻക്വയറി കഴിഞ്ഞ് ഈ പോലീസ് ഉദ്യോഗസ്ഥരെ രക്ഷപ്പെടുത്തി കഴിഞ്ഞാൽ പിന്നെ എൻ്റെ കേസുമില്ല, ഒന്നുമില്ല, ആ ഒരു അവസ്ഥയിലേക്കാണ് ഞാൻ എത്തുന്നത്. അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു, എൻ്റെ ഫോൺ കിട്ടാതെ എനിക്ക് എൻക്വയറിയുമായിട്ട് സഹകരിക്കാൻ പറ്റുകയില്ല എന്ന് പറഞ്ഞപ്പോൾ എൻ്റെ ഫോൺ തിരികെ തരണം എന്നുള്ള സിറ്റുവേഷനായി. അപ്പോൾ ഈ ഫോൺ വാങ്ങിയത് പത്തനംതിട്ട CJM കോടതി മുഖാന്തരമാണ് ഫോറൻസിക്കിലേക്ക് പോയത്. അതേ റൂട്ടിൽ തന്നെ ഇത് തിരികെ വന്നു. തിരികെ വന്നപ്പോൾ ഞാൻ എൻ്റെ ഫോണിനും ഫോറൻസിക് റിപ്പോർട്ടിൻ്റെ കോപ്പിക്കും പത്തനംതിട്ട കോടതിയിൽ അപേക്ഷയിട്ടു. കോടതി പോലീസിനോട് ചോദിച്ചു, കൊടുക്കാമോ? പോലീസ് കൊടുത്തോളൂ എന്ന് പറഞ്ഞ് എൻ്റെ IMEI നമ്പർ സഹിതമാണ് ഞാൻ അപേക്ഷ കൊടുത്തത്. അതേ IMEI നമ്പർ വെച്ച് തന്നെ പോലീസ് SP, അതായത് SP ഷാജി സുഗുണൻ തന്നെ അതിൽ പറയുകയും ചെയ്തു. കോടതി അംഗീകരിച്ചു. എനിക്ക് ഫോണും ഫോറൻസിക് റിപ്പോർട്ടും എടുക്കാനുള്ള ഒരു ഓർഡറും കിട്ടി. ഞാൻ ഇതുമായിട്ട് ചെല്ലുമ്പോൾ എനിക്ക് ഫോറൻസിക് റിപ്പോർട്ട് കയ്യിൽ കിട്ടി, പക്ഷേ ഫോൺ കയ്യിൽ വെച്ചിരുന്ന പ്രോപ്പർട്ടി ക്ലർക്ക് ഒരു ലേഡിയാണ്. അവരുടെ സീനിയറിൻ്റെ ഓഫീസിലായതുകൊണ്ട് ഒരു 10 മിനിറ്റ് എനിക്ക് വെയിറ്റ് ചെയ്യേണ്ടി വന്നു. ആ സമയം ഞാൻ ഈ ഫോറൻസിക് റിപ്പോർട്ട് ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ അതിലെഴുതിയിരിക്കുന്ന IMEI നമ്പർ എൻ്റെ ഫോണിൻ്റെ IMEI നമ്പരേ അല്ല, ടോട്ടലി ഡിഫറെൻ്റ് ഒരു IMEI നമ്പറാണ്. അതിൽ എൻ്റെ ഫോൺ നമ്പർ എന്ന് പറഞ്ഞ് എഴുതിയിരിക്കുന്നതിൽ എൻ്റെ ഫോൺ നമ്പറുമല്ല, അതിലൊരു ഡിജിറ്റ് വ്യത്യാസമുണ്ട്. ഒരു ഡിജിറ്റ് മാറിക്കഴിഞ്ഞാൽ തന്നെ നമ്മുടെ ഫോൺ നമ്പർ മാറിക്കഴിഞ്ഞു. അപ്പം ഞാൻ അവിടെ നിന്ന് തന്നെ SP ഷാജി സുഗുണനെ വിളിച്ചു, IG ശ്രീജിത്തിനെ വിളിച്ചു. ഇവരൊക്കെ എന്നോട് പറഞ്ഞ മറുപടി, ഫോറൻസിക് റിപ്പോർട്ടിൽ ഇത്തരം മിസ്റ്റേക്സ് ഒക്കെ സാധാരണമാണ്, മാഡം അത് കാര്യമാക്കണ്ട, അത് എടുത്തുകൊള്ളൂ. നമ്മൾ ആലോചിച്ച് നോക്കൂ, ഒരു ഫോറൻസിക് എൻക്വയറിക്ക് പോയ ഒരു ഫോൺ, അതിനകത്ത് വന്ന ഒരു മിസ്റ്റേക്ക് അത് സാധാരണ നടക്കുന്ന സംഭവമാണെന്നും അത് എടുത്തുകൊള്ളാനുമാണ് SP-യും IG-യും എൻ്റെ അടുത്ത് പറഞ്ഞത്. അതുകൊണ്ട് തന്നെ ഞാൻ അതെടുത്തില്ല. ഞാൻ നേരെ പ്രോസിക്യൂട്ടറെ പോയി കണ്ടു. അദ്ദേഹത്തിൻ്റെ നിർദ്ദേശമനുസരിച്ച് ഞാൻ കോടതിയിൽ നിന്ന് കോടതിയിൽ സബ്മിറ്റ് ചെയ്ത സീഷർ മാസ്റ്റർ, പ്രോപ്പർട്ടി ലിസ്റ്റ്, ഫോർവേഡിംഗ് നോട്ട്, ഇങ്ങനെ ഫോൺ കൊടുക്കുമ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട കുറേ ഡോക്യുമെൻറ്റ്സ് ഉണ്ട്, അതിൻ്റെ എല്ലാം കോപ്പി എടുക്കാൻ പ്രോസിക്യൂട്ടർ എൻ്റെ അടുത്ത് പറഞ്ഞു. ഞാനത് പ്രോപ്പർട്ടി ചാനലിൽ തന്നെ കോപ്പി എടുത്ത് നോക്കുമ്പോൾ സീഷർ മാസ്റ്റർ വൈറ്റിംഗ് വെച്ച് കറക്റ്റ് ചെയ്ത് അതിൻ്റെ മുകളിൽ എന്തൊക്കെയോ എഴുതി ചേർത്ത ഒരു ഡോക്യുമെൻ്റാണ്. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, സീഷർ മാസ്റ്റർ എന്ന് പറയുന്ന ഒരു ഡോക്യുമെൻ്റ് നമ്മുടെ പ്രസൻസിൽ അത് എഴുതിയ എല്ലാ വെട്ടിത്തിരുത്തുകളോ യാതൊന്നുമില്ലാത്ത ഒരു ഡോക്യുമെൻ്റാണ് കോടതിയിൽ കൊടുക്കേണ്ടത്. അതിൽ വൈറ്റിംഗ് വെച്ച് ഇറേസ് ചെയ്തിട്ട്, അത് ഇറേസ് ചെയ്തത് ആ പോലീസുകാരൻ്റെ ഫോൺ നമ്പർ എഴുതിയിരുന്നു സീഷർ മാസ്റ്റർ. ഞാനും കൂടി ഇരുന്നാണ് സീഷർ മാസ്റ്റർ പ്രിപ്പയർ ചെയ്തത്, അതുകൊണ്ട് എനിക്കറിയാം. ആ പോലീസുകാരൻ്റെ ഫോൺ നമ്പർ എഴുതിയിരുന്നത് വൈറ്റിംഗ് വെച്ച് ഇറേസ് ചെയ്തിട്ടാണ് അതിൻ്റെ മുകളിൽ മറ്റെന്തോ ഒരു നമ്പർ എഴുതിയിരിക്കുന്നു. പ്രോപ്പർട്ടി ലിസ്റ്റ് എന്ന് പറയുന്നത് ഇത് ഫോറൻസിക് നമ്മുടെ ഫോണിൻ്റെ ഒപ്പം കൊടുക്കുന്ന ഒരു ഡോക്യുമെൻ്റാണ്. അതിൽ എൻ്റെ ഫോണിൻ്റെ യാതൊരു ഡീറ്റെയിലും ഇല്ല, IMEI നമ്പരും ഇല്ല, ഒന്നുമില്ല. ഫോർവേഡിംഗ് നോട്ടിലാണെങ്കിൽ ഫോൺ നമ്പറും ഒക്കെ തെറ്റിച്ചാണ് എഴുതിയിരുന്നത്. അപ്പോൾ ഇതിനെക്കുറിച്ച് ഞാൻ അതിനെക്കുറിച്ച് എന്താണ്, ഇതിനെക്കുറിച്ച് എൻക്വയറി നടത്തണം എന്ന് ഞാൻ IG-ക്ക് കംപ്ലയിൻറ്റ് കൊടുക്കുന്നു. അവരൊരു എൻക്വയറി ഒക്കെ നടത്തുന്നു.
നടത്തി അതിൻ്റെ റിപ്പോർട്ട് എന്നെ കാണിക്കുന്നില്ല. അത് റിക്വസ്റ്റ് ചെയ്തപ്പോൾ എനിക്ക് തന്നില്ല. അപ്പോൾ ആ സാഹചര്യമായപ്പോൾ എന്തൊക്കെയോ മാനിപ്പുലേഷൻസ് നടന്നു എന്നുള്ളത് മനസ്സിലാക്കി ഞാൻ ഹൈക്കോടതിയിൽ ഒരു പെറ്റീഷൻ ഫയൽ ചെയ്തു. ഈ കേസ് അന്വേഷണം CBIക്ക് വിടണം എന്നുള്ള അപേക്ഷയോടുകൂടി 30780 ഞാനത് ഫയൽ ചെയ്തു. അത് കഴിഞ്ഞ് വീണ്ടും ഞാൻ അപ്പീൽ അധികാരിക്ക് കൊടുത്ത് എനിക്ക് എൻക്വയറി റിപ്പോർട്ടിൻ്റെ കോപ്പി കിട്ടുമ്പോൾ അവിടെ എന്നെ വളരെയധികം അത്ഭുതപ്പെടുത്തിയ ഒരു കാര്യം, അതിൽ പോലീസുകാരെ ഒരു SP റാങ്കിലുള്ള ക്രൈംബ്രാഞ്ചിലെ ഒരു ഉദ്യോഗസ്ഥന് എഴുതിയിരിക്കുന്നത് കോടതിയിലെ പ്രോപ്പർട്ടി ക്ലർക്ക് ഒരു ലേഡിയുണ്ട്, വിജയശ്രീ എന്ന് പറയുന്ന ഒരു ലേഡി, അവരാണ് ഈ ഡോക്യുമെന്റ്സിൽ തിരുത്തലുകൾ വരുത്തിയത്. അതായത് നമ്മുടെ മൊഴി മുട്ടുകയാണ് അവിടെ. നിങ്ങളുടെ ഡോക്യുമെന്റ് കോടതിയിലെ സ്റ്റാഫാണ് തിരുത്തിയത്. ഇത് ഞാൻ ഇതിനെക്കുറിച്ച് അവരുടെ സ്റ്റേറ്റ്മെന്റ്സ് എടുത്തിട്ടില്ല. അപ്പോൾ ഞാൻ IG വീണ്ടും ഒരു റിക്വസ്റ്റ് കൊടുത്തിട്ട് ഞാൻ പറഞ്ഞു, വിജയശ്രീയുടെ സ്റ്റേറ്റ്മെന്റും കോടതിയിലെ മറ്റ് സ്റ്റാഫിന്റെ സ്റ്റേറ്റ്മെന്റും എടുത്ത് നിങ്ങളുടെ ഈ റിപ്പോർട്ട് ഒന്ന് ഫോർമലൈസ് ചെയ്യണം എന്ന് ഞാൻ അപേക്ഷിച്ചപ്പോൾ IG എപ്പോഴും പരിഹാസത്തിൽ എന്നോട് പറഞ്ഞത്, കുറേ വർഷങ്ങളായി മാഡം നിങ്ങളുടെ കേസ് ഞങ്ങൾ അന്വേഷിക്കുകയാണ്, ഞങ്ങൾക്കിത് അന്വേഷിക്കാൻ ഇനി ആളില്ല. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, 2013 ഞാൻ കൊടുത്ത ഒരു കേസ് 2015 ക്രൈംബ്രാഞ്ചിന്റെ സ്പെഷ്യൽ എൻക്വയറിക്ക് വേണ്ടി അന്നത്തെ DGP ഡയറക്റ്റ് ചെയ്ത ഒരു കേസിൽ ക്രൈംബ്രാഞ്ചിൽ ഉണ്ടായിരുന്ന IG പറയുകയാണ്, ഞങ്ങൾക്ക് സൗകര്യമില്ല നിങ്ങളുടെ കേസ് അന്വേഷിക്കാൻ. അതെൻ്റെ കേസിലെ എല്ലാ തെളിവുകളും കംപ്ലീറ്റ് നശിപ്പിച്ച് എൻ്റെ കേസ് ഒരു രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാത്ത രീതിയിലാക്കിയതിനു ശേഷമാണ് ഈ മറുപടി പറഞ്ഞത്. അതെ, അതിൽ പറഞ്ഞിരിക്കുന്നത് അത് കഴിഞ്ഞാണ് ഞാൻ പത്തനംതിട്ട CJ ഒരു ചെറിയൊരു കാര്യം കൂടെ പറയാനുണ്ട് അതിനിടയ്ക്ക്. അപ്പോൾ ഇത് കഴിഞ്ഞാൽ എനിക്ക് മുന്നോട്ട് നീങ്ങാൻ പറ്റുന്നില്ല. അപ്പം ഞാൻ പത്തനംതിട്ട CJM കോടതിയിൽ പോയി. കാരണം CJM കോടതിയിലെ ഒരു സ്റ്റാഫാണ് ഈ ക്രൈം ചെയ്തിരിക്കുന്നതെന്നാണ് പോലീസിന്റെ റിപ്പോർട്ട്. CJM കോടതിക്ക് മജിസ്ട്രേറ്റിന് ഒരു ഓഫീസർ എന്നുള്ള രീതിയിൽ അത് അന്വേഷിക്കാം. അങ്ങനെ 340 CRPC 340 പ്രകാരം ആ കോടതിയിൽ ആ കേസ് അന്വേഷിക്കുന്നു. ഈ SP-മാരെ 2 പേരെ 3 തവണ കോടതി നോട്ടീസ് അയച്ചു, അവർ വരുന്നില്ല. അപ്പോൾ ഞാൻ അന്നത്തെ ADGP ടോമിൻ തച്ചങ്കരിയെ കണ്ട് പറയുന്നു, ഏതായാലും ഈ പോലീസുകാർ വരുന്നു, അവർക്ക് കോടതിയിലൊന്നും പറയാനില്ല. കോടതിയിൽ വന്നു കഴിഞ്ഞപ്പോൾ അവർക്ക് മൊഴിമുട്ടി, അവരുടെ എൻക്വയറി റിപ്പോർട്ടിലുള്ള ഒരു കാര്യങ്ങളെക്കുറിച്ചും അവർക്ക് പറയാനില്ല. കോടതിയിലെ സ്റ്റാഫിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് കോടതി എടുത്തു, എൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് എടുത്തു. അത് കഴിഞ്ഞ് 2023 ജനുവരി ആ മാസം പത്തനംതിട്ട CJM കോടതി വളരെ കൃത്യമായി എഴുതിയ ഒരു ഓർഡർ ഇട്ടു. ഈ തിരുത്തലുകൾ വരുത്തിയത് കോടതിയിൽ കൊണ്ടുവരുന്നതിന് മുമ്പ്, ഈ ഫോൺ കോടതിയിൽ കൊണ്ടുവരുന്നതിന് മുമ്പാണ് ഈ തിരുത്തലുകൾ വന്നിരിക്കുന്നത്. പോലീസാണത് ചെയ്തത്. ആ ഒരു ഓർഡറും വെച്ചുകൊണ്ട് ഞാൻ വീണ്ടും അന്ന് ഇപ്പോഴുള്ള DGPക്ക് പരാതി കൊടുക്കാൻ ശ്രമിക്കുന്നു. എന്നെ പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സിലേക്ക് അടുപ്പിക്കുന്നില്ല, അദ്ദേഹത്തിനൊരു പരാതി അയച്ചു കൊടുക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ഞങ്ങളുടെ നാട്ടിലുള്ള ഒരു MLA, അദ്ദേഹം മന്ത്രി കൂടിയാണ്, അദ്ദേഹത്തെ ഞാൻ നേരിട്ട് കണ്ട് പരാതി കൊടുക്കാൻ, അദ്ദേഹത്തിൻ്റെ ത്രൂ എങ്കിലും പരാതി കൊടുക്കാൻ ശ്രമിച്ചപ്പോൾ അദ്ദേഹം എൻ്റെ അടുത്ത് ചോദിച്ചത്, ഇത് പോലീസിന് കൊടുത്താൽ പോലീസ് എന്ത് ചെയ്യുമെന്നാണ് നിങ്ങൾ കരുതുന്നത്, നിങ്ങൾ ഹൈക്കോടതിയിൽ പോകും. അങ്ങനെ ഞാൻ ഹൈക്കോടതിയിൽ പോയി. അതിനിടയ്ക്ക് ഞാൻ വീണ്ടും CJMനെ സമീപിച്ചു. ഈ ഒരു പെറ്റീഷൻ ഒന്നുകൂടി അന്വേഷിക്കണം, പോലീസിൻ്റെ ത്രൂ ഡയറക്റ്റ് ചെയ്യണം എന്ന് പറഞ്ഞപ്പോൾ കോടതി പറഞ്ഞു, ഇത് ഞങ്ങൾ ഓൾറെഡി ഒരിക്കൽ നോക്കി വെച്ചതാണ്, ഇനി രണ്ടാമത് വീണ്ടും ഒന്നുകൂടി നോക്കേണ്ടതില്ല എന്ന് പറഞ്ഞ് കോടതി എൻ്റെ ആ പെറ്റീഷൻ തള്ളി. അപ്പോൾ അതിൻ്റെ റിവിഷൻ പെറ്റീഷനും ഞാൻ മുൻപ് CBI എൻക്വയറിക്ക് കൊടുത്ത പെറ്റീഷനും കൂടെ രണ്ടും കൂടി വീണ്ടും ഞങ്ങൾ ഹൈക്കോടതിയിൽ പ്രസൻറ്റ് ചെയ്തു. അതിന് ഈ കഴിഞ്ഞ ഓഗസ്റ്റ് 27-ാം തീയതി ഓണത്തിന് അവധിക്ക് ഹൈക്കോടതി ക്ലോസ് ചെയ്യുന്ന അതേ ദിവസം എനിക്ക് ഹൈക്കോടതിയുടെ ഓർഡർ കിട്ടി. എൻ്റെ ഈ കേസ് മൊത്തം, ആദ്യത്തെ കേസ് മുതൽ പോലീസിൻ്റെ കേസ് മുതലെല്ലാം അത് CBIക്ക് കൈമാറാൻ ഹൈക്കോടതി ഉത്തരവായി എൻ്റെ കോർട്ട് ഓർഡറുണ്ട്. ഇതാണ് 12 വർഷം ഞാൻ പറയുന്ന ഒരു കാലയളവ് നിങ്ങൾ മനസ്സിലാക്കുക. 12 വർഷമായി ഞാൻ കൊടുത്ത പരാതി എന്താണ്, എൻ്റെ കുടുംബാംഗങ്ങൾ എൻ്റെ അടുത്ത് ഞങ്ങൾ തമ്മിലുള്ള ഒരു സാമ്പത്തിക വിഷയം, അതിൻ്റെ ഒരു ചീറ്റിംഗ് കേസ്, അതിനാണ് ഞാൻ പരാതിക്ക് പോയത്. ഞാൻ പോലീസുകാർക്കെതിരെ അല്ല പരാതിക്ക് പോയത്. പോലീസുകാർക്കെതിരെ ഒരു പരാതിക്കും പോയിട്ടില്ല. എനിക്കൊരു രാഷ്ട്രീയ സ്വാധീനമില്ല. ഞാൻ വർഷങ്ങളായി ദുബായിലാണ്, ഇടയ്ക്ക് കുറച്ചുനാൾ നാട്ടിലുണ്ടായിരുന്നു എന്നുള്ളത് ശരിയാണ്. അപ്പോൾ 12 വർഷങ്ങളായിട്ട് ഞാൻ ഈ കേസ് കൊണ്ട് നടന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് ഏതായാലും ഹൈക്കോടതി കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി. ഹൈക്കോടതി വളരെ വ്യക്തമായി തന്നെ ആ ഓർഡറിൽ പറയുന്നുണ്ട് ഇതിൻ്റെ കാര്യങ്ങളൊക്കെ. കോപ്പി എൻ്റെ കയ്യിലുണ്ട്, ഞാൻ നിങ്ങൾക്ക് റെഫർ ചെയ്യാൻ തരാം. ഇതാണ് എനിക്ക് പറയാനുള്ളത്. നമ്മുടെ നാട്ടിലെ പൊതുവെ പറഞ്ഞു കേൾക്കുന്ന ഒരു കാര്യം, എപ്പോഴും നമ്മളെല്ലാവരും പറയും, എപ്പോഴും വാർത്തകളിൽ വരും. എനിക്ക് പ്രത്യേകിച്ചും മാധ്യമ സുഹൃത്തുക്കളായി നിങ്ങളോട് പറയാനുള്ളത്,
എന്തൊരു കാര്യത്തിലും നമ്മൾ രാഷ്ട്രീയം ഒന്നിൽ ഇടത് അല്ലെങ്കിൽ വലത് അല്ലെങ്കിൽ BJP ഇങ്ങനെയുള്ള പല രീതിയിലുള്ള വിഷയങ്ങളിലേക്ക് നമ്മൾ പെട്ടെന്ന് ഡൈവേർട്ട് ചെയ്ത് വിടും. പക്ഷേ ഈ പോലീസുകാരെന്ന് പറയുന്ന ഡിപ്പാർട്ട്മെൻറ്റിൽ ഞാൻ ആദ്യം ഈ കേസ് കൊടുക്കുമ്പോൾ എനിക്ക് പോലീസ് എന്താണ്, കേസ് എന്താണ്, മഹ്സർ എന്താണ്, എനിക്കൊന്നും അറിയാൻ വയ്യാതെയാണ് വെറും ഒരു സാധാരണക്കാരിയായിട്ടാണ് ഞാൻ പോലീസിൽ ചെല്ലുന്നത്. ഇതിൽ ഈ CJM കോടതിയിലെ കേസ് ഞാൻ തനിയെയാണ് വാദിച്ചത്. അതെന്ന് പറഞ്ഞാൽ ഈ പോലീസിൻ്റെ കൂടെ നടന്ന് പോലീസുകാരെ മനസ്സിലാക്കി, നിയമങ്ങൾ മനസ്സിലാക്കി, അഭിഭാഷകർ എന്നെ സപ്പോർട്ട് ചെയ്യാനുണ്ടായിരുന്നു. അതൊക്കെ കൊണ്ട് ഞാൻ മനസ്സിലാക്കി വരുമ്പോൾ എനിക്ക് ഇപ്പോൾ IPSകാരെന്ന് പറഞ്ഞു കഴിയുമ്പോൾ എനിക്ക് ചിരിയാണ് വരുന്നത്. നമ്മളൊക്കെ IPSകാരെ കാണുമ്പോൾ വളരെ റെസ്പെക്റ്റോടുകൂടി നിൽക്കും. ഞാൻ IPSകാരെ മൊത്തത്തിൽ അടച്ചല്ല പറയുന്നത്. നല്ല ആൾക്കാരുണ്ട്, വളരെ നല്ല ഉദ്യോഗസ്ഥരുണ്ട്. പക്ഷേ ഈ ഒരു ചെറിയ ഒരു ഗ്രൂപ്പുണ്ട്, അതിനകത്തുള്ള അവർ പൊളിറ്റിക്സിൻ്റെ രീതിയിലുള്ള കാര്യത്തിലൊന്നും ഇടപെടുകയില്ല. പക്ഷെ അതിനകത്ത് നിൽക്കുന്ന കുറേ ആൾക്കാരുണ്ട്. അതെൻ്റെ വ്യക്തിപരമായ അനുഭവത്തിൽ ഞാൻ പറയുകയാണ്. വ്യക്തിപരമായ ഏത് അല്ല, ആ കേസിലെ എവിഡൻസ് ഉണ്ടായിരുന്നെല്ലാം പോലീസ് ഡിസ്ട്രോയ് ചെയ്തു. അതിൻ്റെ ഡ്രാഫ്റ്റ് ചാർജ് കൊടുക്കുന്നതൊക്കെ ഹൈക്കോടതി സ്റ്റേ ചെയ്തു വെച്ചു. അതാണ് ഒറിജിനൽ പെറ്റീഷൻ്റെ സിറ്റുവേഷൻ. അത് കഴിഞ്ഞ് പോലീസുകാരെ പ്രതികളാക്കി, 2 പോലീസുകാരെ പ്രതികളാക്കിയിട്ടുണ്ട്. അവർക്കെതിരെയുള്ള ഹൈക്കോടതിയുടെ ഉത്തരവ് തന്നിട്ടുണ്ടല്ലോ അല്ലേ? ഉത്തരവ് കോപ്പി തന്നിട്ടില്ല. Attempts of a woman to secure justice in a case relating to the cheating perpetrated upon her by the offenders who wield influence and power has been forestalled due to the failure on the part of the state police to conduct the investigation in an effective and proper manner. അതായത് സ്റ്റേറ്റ് പോലീസിന്റെ ഫെയിലിയർ ആണ് ഒരു സാധാരണക്കാരിയായ സ്ത്രീക്ക് ഇത് നേരിട്ടതെന്ന് ഹൈക്കോടതി ഈ ഓർഡറിൽ പറയുന്നു. ഈ ഓർഡറിന്റെ കോപ്പി ഞാനിവിടെ പ്രസന്റ് ചെയ്യാം, നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിൽ റെഫർ ചെയ്യാം. എനിക്ക് ഈ ഓർഡർ ഇന്ന് രാവിലെയാണ് എൻ്റെ കയ്യിൽ കിട്ടിയത്. 27-ാം തീയതി കോടതി പെട്ടെന്ന് അടച്ചുപോയി. എൻ്റെ അഡ്വക്കേറ്റ്, എനിക്ക് രാഷ്ട്രീയമല്ല ഞാൻ പറയുന്നത്, ആ രീതിയിൽ നിങ്ങൾ കാണരുത്. ഇത് ഹൈക്കോടതിയുടെ ഓർഡറിൽ ഹൈക്കോടതി എടുത്തു പറഞ്ഞതാണ്. ഡ്യൂ ടു ദ ഫെയിലിയർ ഓൺ ദ പാർട്ട് ഓഫ് ദ സ്റ്റേറ്റ് പോലീസ് ടു കണ്ടക്ട് ദ ഇൻവെസ്റ്റിഗേഷൻ ഇൻ ആൻ എഫക്റ്റീവ് ആൻഡ് പ്രോപ്പർ മാനർ. അപ്പോൾ എൻ്റെ കേസ് ആര് അന്വേഷിക്കണം? ഇനി നമ്മുടെ ലോക്കൽ പോലീസ് അന്വേഷിച്ചു, അവിടുന്ന് ക്രൈംബ്രാഞ്ച് അന്വേഷിച്ചു. നമ്മൾ ക്രൈംബ്രാഞ്ച് അല്ലേ ഇവിടുത്തെ ഏറ്റവും വലിയ അതോറിറ്റി എന്ന് പറയുന്നത്. ഈ പറയുന്ന മാനിപ്പുലേഷൻസ് മുഴുവൻ നടത്തിയത് ക്രൈംബ്രാഞ്ചാണ്. എൻ്റെ ഈ എവിഡൻസ് അത് വൺ ആഫ്റ്റർ ദ അതർ എല്ലാം ചെയ്ത് അവർ എല്ലാം തട്ടിത്തെറിപ്പിച്ച് നീ പോയി പണി നോക്ക്, അത് പറയുന്നില്ലെന്നേ ഉള്ളൂ. അതിന് പകരം ഞങ്ങൾക്ക് ഇവിടെ ആളില്ല മാഡം, നിങ്ങളുടെ കേസ് അന്വേഷിക്കാൻ ഞങ്ങൾക്ക് ആളില്ല എന്ന് പറയുന്ന സാഹചര്യം 2019 ഉണ്ടായത്. 2019 മെയ് മാസത്തിൽ. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ പോലീസിനെതിരെയുള്ള ഒരു നിയമയുദ്ധം. അന്ന് ഞാൻ IG ശ്രീജിത്തിനോട് പറഞ്ഞു, അന്ന് അദ്ദേഹം IG ആണ്, ഇപ്പോൾ അദ്ദേഹം ADGP ആണ്. അന്ന് ഞാൻ IG ശ്രീജിത്തിനോട് പറഞ്ഞ ഒരു വാചകമുണ്ട്, എൻ്റെ പണം കൊണ്ടുപോയത് എൻ്റെ കുടുംബത്തിൽപ്പെട്ടവരാണ്. അത് എൻ്റെ പേഴ്സണലായ വിഷയം, അതവിടെ നിൽക്കട്ടെ. പക്ഷെ നിങ്ങൾ ഈ ചെയ്ത് കാണിച്ചു കൂട്ടിയ ഓരോ കാര്യങ്ങളും ഈ നാട്ടിലെ ഓരോ പൊതുജനത്തോടുമാണ്, ഓരോ വ്യക്തിയോടുമാണ്. ഇതിലെനിക്ക് പോകാൻ പറ്റാവുന്നിടത്തോളം ഞാൻ പോകും എന്ന് പറഞ്ഞ് ചിരിച്ചുകൊണ്ടാണ് പറഞ്ഞത്, ഇനി മേലാൽ ഞാൻ പോലീസിലേക്ക് വരികയില്ല, എൻ്റെ ഒരു പരാതി എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ഇറങ്ങിയത്. അത് കഴിഞ്ഞ് 2019 മെയ് മാസത്തിൽ ഞാൻ പറഞ്ഞതിനെ എനിക്കൊരു റിസൾട്ട് കിട്ടിയത് 2025 ഓഗസ്റ്റ് 27 അത്രയും സമയമെടുത്തു. എങ്കിലും ഈ ഒരു വിധി എൻ്റെ കയ്യിൽ കിട്ടുമ്പോൾ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. കാരണം ഞാൻ വളരെ നിസ്സാരമായ ഒരു വിഷയത്തിൽ, നമ്മുടെ ക്രൈമിൻ്റെയൊക്കെ രീതികൾ നോക്കുമ്പോൾ നിസ്സാരമായ ഒരു ചീറ്റിംഗ് കേസാണ്. അതൊരു പക്ഷേ ഇതിനിടയ്ക്ക് എൻ്റെ ബന്ധുക്കൾ എനിക്ക് ആ പൈസ തന്നു തീർക്കാൻ തയ്യാറാകുകയാണെങ്കിൽ ആ കേസ് അവിടെ തീർന്നു പോകും. അത്രമാത്രം ഗൗരവമേ ഉണ്ടായിരുന്നുള്ളൂ ആ കേസിൽ. അതിന്ന് എവിടെ എത്തി നിൽക്കുന്നു. പിന്നെ എനിക്കിതിൽ യാതൊരു രാഷ്ട്രീയ പാർട്ടികളുടെ സ്വാധീനം എനിക്കുണ്ടായിട്ടില്ല. എൻ്റെ അറിവിൽ എൻ്റെ ഈ കേസിലെ 1-ാം പ്രതിയൊക്കെ രാഷ്ട്രീയ സ്വാധീനങ്ങൾ അവർക്കുണ്ടായിരിക്കാം. പക്ഷേ പൊളിറ്റിക്കൽ പാർട്ടീസ് എന്ന് പറയുന്നത് ഒരിക്കലും ഇതിൽ ഇടപെട്ടിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. ഞാൻ പത്തനംതിട്ടയുള്ള പൊളിറ്റിക്കൽ പാർട്ടീസുമായിട്ട് സംസാരിച്ചിരുന്നു. അവരാരും ഈ വിഷയം അറിഞ്ഞിട്ടില്ല. പിന്നെ ഞങ്ങളുടെ MLA, ഞങ്ങളുടെ മന്ത്രി, അദ്ദേഹത്തിൻ്റെ പേര് ഞാൻ എടുത്തു പറയുന്നില്ല ഇവിടെ, അദ്ദേഹം എന്നോട് ഹൈക്കോടതിയിൽ പോകൂ എന്ന് പറയുമ്പോൾ തന്നെ അതിലുറപ്പാണല്ലോ ഇപ്പോഴുള്ള ഭരണപക്ഷത്തുള്ള രാഷ്ട്രീയ കക്ഷി ഈ കേസിനെ സപ്പോർട്ട് ചെയ്യുന്നില്ല എന്നുള്ളത്. മറ്റ് വിഷയങ്ങളിൽ അവർക്ക് പല വിഷയങ്ങളുണ്ടായിരിക്കാം, പക്ഷെ എൻ്റെ ഈ കേസിൽ യാതൊരു വിധത്തിലുള്ള രാഷ്ട്രീയ ഇടപെടലുകളും ഉണ്ടായിട്ടില്ല. അപ്പോൾ എൻ്റെ കേസിലെ പ്രതികൾ എന്ന് പറയുന്ന 2, 3, 4 വ്യക്തികൾ അവർ പോലീസിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നു. ഏത് രീതിയിൽ?
പണമുണ്ട്, പിന്നെ പോലീസിന് ആവശ്യമുള്ള എന്ത് വേണമെങ്കിലും അവർ കൊടുക്കുന്നുമുണ്ട്.